നേന്ത്രക്കായയ്ക്ക് വില കയറിയത് കർഷകർക്ക് ആശ്വാസമായി. ഓണവിപണി ലക്ഷ്യമിട്ട് കൃഷിയിറക്കിയ വാഴ കർഷകർ 2 ആഴ്ച മുൻപ് വരെ കനത്ത ആശങ്കയിലായിരുന്നു. കിലോഗ്രാമിന് 40 രൂപയായി വില താഴ്ന്നിരുന്നു. പീച്ചി ഡാം അനിയന്ത്രിതമായി തുറന്നുവിട്ടതിലൂടെ വെള്ളം കയറി നാശത്തിന്റെ വക്കിലാകുമെന്ന് കരുതിയ നേന്ത്രവാഴ കർഷകരാണ് ഇതിനെയെല്ലാം അതിജീവിച്ച് കരകയറിയത്. ഓണം അടുത്തതോടെ കല്ലൂർ ആലേങ്ങാട് സ്വാശ്രയ കർഷക സമിതിയിലേക്ക് എത്തിക്കുന്ന നേന്ത്രക്കായയുടെ വില കഴിഞ്ഞ ദിവസം കിലോയ്ക്ക് 65 രൂപ വരെയായി വർദ്ധിച്ചതാണ് കർഷകർക്ക് ആശ്വാസമായത്. ഇത് കർഷകർക്ക് നൽകുന്ന ആശ്വാസം വലുതാണെന്ന് കർഷക സമിതി പ്രസിഡന്റ് MK ജനാർദ്ദനൻ പറഞ്ഞു. സമിതിയുടെ പ്രസിഡന്റാണ്. എൻ്റെ പേര് MK ജനാർദ്ദനൻ. കുറച്ച് ദിവസമായിട്ട് മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ നല്ലൊരു അന്തരീക്ഷം തെളിഞ്ഞു കാണുന്നു. കുറച്ച് ദിവസം മുമ്പ് 2 ആഴ്ച മുമ്പ് 40-45 രൂപ വിലയുണ്ടായിരുന്ന കായ ഇപ്പോൾ ലേശം വില കൂടിയിട്ടുണ്ട്. അതിലെ എല്ലാ കർഷകരും സന്തോഷകരമാണ്. സാമ്പത്തിക പ്രതിസന്ധി മൂലം കൃഷി ഉപേക്ഷിക്കാൻ തുനിഞ്ഞ കർഷകർക്ക് കൃഷിയിലേക്ക് മടങ്ങാൻ പുത്തൻ പ്രതീക്ഷ നൽകുകയാണ് നേന്ത്രക്കായയുടെ വിലക്കയറ്റമെന്നും ആലങ്ങാട് സ്വാശ്രയ കർഷക സമിതി അസിസ്റ്റന്റ് മാനേജർ ആൻ കുഞ്ഞുമോൻ പറഞ്ഞു. ഇന്ന് ഇപ്പം വളരെ സന്തോഷമായിട്ടാണ് ഞാൻ ഇന്ന് ഈ സമിതിയിൽ നിൽക്കുന്നത്. കാരണം ഇന്നലെ മുതൽ ഇവിടെ കർഷകർക്ക് നേന്ത്രക്കൊലയുടെ റേറ്റ് കൂടിയും 65 രൂപ വരെ ഇവർക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ റേറ്റ് വളരെയധികം കുറവായിരുന്നു. അപ്പോൾ കർഷകർ വളരെയധികം ആശങ്കയിലും ഒക്കെയായിരുന്നു. കാവല്ലൂർ, കള്ളായി, ഭരത, വെള്ളാനിക്കോട്, തൃക്കൂർ, പുളിഞ്ചോട്, പീച്ചാമ്പിള്ളി എന്നിവിടങ്ങളിലെ 250ഓളം കർഷകരാണ് സമിതിയിലുള്ളത്. ഓണക്കാലത്ത് ആലേങ്ങാട് സ്വാശ്രയ കർഷക സമിതിയിൽ പ്രതിദിനം ശരാശരി 5 ടണ്ണിന്റെ വിൽപ്പന നടത്തുന്നുണ്ട്. റോബസ്റ്റ, ചെറുകായ, ഞാലിപ്പൂവൻ എന്നിവയ്ക്കും വില ഉയർന്നിട്ടുണ്ട്. ഉത്രാടം എത്തുമ്പോഴേക്കും കായവില ഇനിയും കൂടുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ.